നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിയാക്ടിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വീഡിയോ ചെയ്യണ്ട എന്നല്ല, വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു, ഒരാളുടെ ജീവനെടുത്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ദുരന്തം. അതായത് ഒരു ബ്ലോക്കിൻ്റെ ശുചിമുറിയുടെ പാർട്ട് ഇടിഞ്ഞ് വീണ് മൂന്ന് പേര് ഓളം അതിലുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഒരു 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 വെയിറ്റിംഗ് ഷെഡ് പണിയുന്നത് 4 തൂണ് വെച്ച് അതിലൊരു ആസ്പെറ്റോസ് ഇട്ട് അല്ലെ ഒരു ഷീറ്റ് ഇട്ട് അതിൽ വേറെ 2 കമ്പി നാട്ടി അതേ 2 കമ്പി സപ്പോർട്ട് വെച്ച് ഇരിക്കാനാണോ അതിന് അത് അവിടെ ഇരുന്ന് വേറെ എന്തെങ്കിലും സാധിക്കാനാണോ എന്നറിയാൻ വയ്യാത്ത രീതി ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും അതിൽ നമ്മൾ ഇറങ്ങിപ്പോകുന്ന രീതി. അങ്ങനെ ചെയ്യുന്നതിന് 40-45 ലക്ഷം രൂപ ചിലവഴിക്കുന്ന സർക്കാരെ നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പണിഞ്ഞിടുന്ന എന്തിനാണ്? ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ആവശ്യമില്ലാതെ, അതായത് ഇനി മുന്നോട്ട് ഈ ഒരു ബിൽഡിംഗ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പറ്റണതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് പൊളിച്ചു മാറ്റാനോ അല്ലെ അത് അടച്ചിടാനോ അല്ലെ അത് കർശനമായിട്ടും ബ്ലോക്ക് ചെയ്യാനോ തീരുമാനങ്ങൾ എടുക്കുന്നില്ല? പിന്നെ ഇങ്ങനെ ഒരുപാട് ബിൽഡിംഗ് അവിടെ ഇവിടെ ഒക്കെ പണിഞ്ഞത് കിടക്കുന്നുണ്ട്, ഇന്നും ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ. ഇപ്പോഴും ഓരോന്ന് പണിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനെന്ന് പോലും അറിയാതെ. അവരതിനെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ, അവരത്രയും പെട്ടെന്ന് അവിടെ ഓടി എത്തിയിട്ടുണ്ടെങ്കിൽ അവരത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ അത്രേ പറയുള്ളൂ, അവരതിൽ പ്രീ പ്ലാൻഡ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു ജീവനാണ് നിങ്ങളുടെ അശ്രദ്ധ മൂലം, നിങ്ങളുടെ അനാസ്ഥ മൂലം, നിങ്ങളുടെ കാര്യപ്രാപ്തി ഇല്ലായ്മ മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരാൾക്കും അങ്ങനെ ഒരു ഗതി വരരുതെന്ന്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ എല്ലാവരുടെയും വയറ്റത്തടിക്കുന്ന പണി ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കി നീയൊക്കെ നിൻ്റെ കുടുംബത്തേക്ക് വാങ്ങണം ഒരരി നിനക്കോ നിൻ്റെ കുടുംബത്തിനോ നിൻ്റെ വീട്ടുകാർക്കോ ഒതകാതെ പോകത്തു. അപ്പോൾ പുതിയൊരു ബ്ലോക്ക് എന്തായാലും ഉടനെ വരും. ഇപ്പം വീണ ബ്ലോക്കിന് പകരമുണ്ട് പുതിയൊരു ബ്ലോക്ക് വരും. ആ വകയിൽ വീണ ജോർജിന് 2 ബെൻസോ ഒരു BMW ഒക്കെ വരും. എന്തായാലും 40-45 ലക്ഷം രൂപ കൊടുത്ത് വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞ് അതിടിഞ്ഞ് വീണ് മരിച്ചു എന്ന് പറഞ്ഞാലും നാണക്കേടിലും നല്ലതാണ്. ഇങ്ങനെ കോടികൾ മുടക്കി അതിൻ്റെ കോഴകൾ വാങ്ങി ഇങ്ങനെ ഓരോന്ന് മറിഞ്ഞ് വീണ് മനുഷ്യന്മാർ മരിച്ചു എന്ന് പറയണം അല്ലേ. എനിവേ, ഇതിനകത്ത് വേറെ ആക്ഷനോ നടപടികളോ ഒന്നും ഈ പണിഞ്ഞ കോൺട്രാക്ടർക്കോ അതിന് സാങ്ഷൻ കൊടുത്ത ആൾക്കാർക്കോ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തവർക്കോ ഒന്നും ഒരു പണിഷ്മെൻറ്റും വരില്ല. ഇതൊരു രക്തസാക്ഷിയെ നേടിയതിൻ്റെ സന്തോഷത്തിൽ അവർ ആഹ്ലാദിക്കും. അവരൊരു പുഷ്പവിഹാരം ഒക്കെ ഇട്ടും കണ്ട് അവരതിനെ കൈകൊട്ടി സ്വീകരിക്കും. നാണമില്ലേ? ഇത് നടക്കണത് കേരളത്തിലാണ്. നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണം വെച്ച് നമ്മൾ ജയിപ്പിച്ച് നമ്മളെ അല്ലെ നമുക്ക് നിയന്ത്രണം അല്ലെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളിൽ നിന്നാണ്. ഒന്നും നടക്കാൻ പോണില്ല, കേരളമാണ്. ഇനി അതേ ഉള്ളൂ. ഹാഷ്ടാഗും ഞാനിടാൻ പോണത് അതാണ്. റിയാക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് റിയാക്ട് ചെയ്യാം. ഒന്നും നടക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഇത് കേരളമാണ്. ഒരു മാറ്റവും വരാൻ പോണില്ല. ഇത് കേരളമാണ്. ഒരു നീതിദേവതയും കണ്ണു തുറക്കാൻ പോണില്ല. ഇത് കേരളമാണ്. സത്യസന്ധമായ വാക്കുകളാണത്. ഒരു നീതിദേവതയും കണ്ണു തുറക്കാൻ പോണില്ല. ഇത് കേരളമാണ്. നമ്മൾ മലയാളികളാണ്. നമ്മൾ ജയിപ്പിച്ച് വിട്ടവരിൽ നിന്ന് ഔദാര്യം പറ്റണ പോലെ നമ്മളിത് അനുഭവിച്ചേ പറ്റുള്ളൂ. ആശുപത്രി മരുന്നില്ല എന്ന് പറഞ്ഞപ്പം വീണ ജോർജിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. നിങ്ങളൊക്കെ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി ചെന്നും കണ്ട് അതെന്തായി മരുന്നില്ലാതെ നിങ്ങൾ കൊടുക്കണം നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ മരുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുറേ അടിച്ചു മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കമഴ്ത്തിയതുകൊണ്ട് എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും കൃത്യമായ മരുന്നുകൾ കാണണമെന്ന് നിർബന്ധമില്ലല്ലോ ഉണ്ണി. അപ്പോൾ എന്തായാലും പുച്ഛം തോന്നുന്നു ഇവർക്കൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പില്ലാത്തൊരവസ്ഥ, ഒരു മന്ത്രിമാരും ഭരണം ഏൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരണം നിലവിൽ. അന്ന് മനസ്സിലാവും നമ്മുടെ പവർ എന്താണെന്നുള്ളത്. ഒരുപാട് സങ്കടം, ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതിന് ഇത്രയെങ്കിലും ഞാൻ പറയണമെന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഏതർത്ഥത്തിൽ എല്ലാവരും എടുക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയണു. ഒരുപാട് ഇടങ്ങളിൽ ഇതുപോലെ അനാസ്ഥകളുണ്ട്. സ്കൂളുകളുടെ കാര്യത്തിലായാലും ബിൽഡിങ്ങുകളുടെ കാര്യത്തിലായാലും ഇലക്ട്രിക് വർക്കുകളുടെ കാര്യത്തിലായാലും ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ വർക്കുകളുടെ കാര്യത്തിലായാലും പാലം പണിയുടെ കാര്യത്തിലും എല്ലാത്തിലും അഴിമതികൾ അവർ ആവശ്യത്തിന് നടത്തുന്നുണ്ട്. അവർ കൈയിട്ട് വാരിക്കോട്ടെ ഒരു പരിധി വരെ.
മുച്ചൂടും മുടിപ്പിച്ചങ്ങ് വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് വയ്ക്കാൻ നിങ്ങൾക്കും പറ്റത്തില്ല. കാരണം നിങ്ങൾക്കും ഒരായുസ് വരെ ഇതും കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ചാവുമ്പോൾ കുഴിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അത്രയൊന്നും മനസ്സിലാക്കിയാൽ നല്ലത്. അത്രേ ഉള്ളൂ. ബൈ.